മലയാളത്തിന്റെ പ്രിയങ്കരനായ ഭാവഗായകൻ അവസാന യാത്ര പറയാൻ തന്റെ തറവാടായ ചേന്നമംഗലത്തെ പാലിയത്തേക്ക് തിരിച്ചു വന്നിരിക്കുക. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഈ ഭൗതിക അവശിഷ്ടം ഈ നാട്ടിലേക്ക് ഏറ്റുവാങ്ങാനുള്ള ദൗത്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. വളരെ വേദനാജനകമായ വേർപാടാണ് അദ്ദേഹത്തിന്റെ. ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായി ഈ നാട്ടിൽ നിന്നുമുണ്ടായ ഒരാൾ, ഇവിടെ കളിച്ചു വളർന്ന ഒരാൾ, ഈ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരാൾ, രാജ്യത്തിന്റെ മുഴുവൻ സംഗീത പ്രേമികളുടെയും സംഗീതാസ്വാദകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ആകാശത്തിന്റെ അതിരുകൾ പോലും ഇല്ലാതെ ഉയർന്ന വലിയ ഗായകനായി മാറിയ ഒരു പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. എല്ലാ ഗാനങ്ങളും മലയാളിയുടെ മനസ്സിലും ഹൃദയത്തിലും തങ്ങി നിൽക്കുകയാണ്. മലയാളി ഉള്ള കാലത്തോളം ഈ ഗാനങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അതുല്യമായ സംഭാവനകൾ ചെയ്തിട്ടാണ് ജയേട്ടൻ യാത്രയാകുന്നത്. അദ്ദേഹത്തിന് യാത്രാമംഗളങ്ങൾ നേരുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക ഭൂമി. ഈ നാടിനു വേണ്ടി, ഈ നാടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകും. അത് തീർച്ചയായിട്ടും ആലോചിക്കും. ഇതൊരു പൈതൃക ഗ്രാമമാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പാലിയം നാലുകെട്ടും പാലിയത്തെ ഡച്ച് പാലസും ഞങ്ങൾ നേരത്തെ തന്നെ വലിയ മ്യൂസിയങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ അവർ ഭക്ഷണം കഴിച്ചിരുന്ന ഊട്ടുവര അതൊരു വലിയ കലാകേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. മുസരീസ് പൈതൃക പദ്ധതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ 3 മ്യൂസിയങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ മുസരീസുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ തീർച്ചയായും അദ്ദേഹത്തിന്റെ സമുചിതമായ ഒരു സ്മാരകം ചേന്നമംഗലത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും.